ഹലോ ഗൈസ്, കെറ്റിലെ പുട്ടുണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ തേങ്ങ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കുതിർത്തണം. നമ്മൾ ഫസ്റ്റ് ഈ തേങ്ങ ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്തത് ഇങ്ങനെ ആക്കി വെക്കണം. ഞാൻ അമൃതം പൊടി വെച്ചിട്ടാണ് പുട്ടുണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് ഒരു സ്പൂൺ ഇട്ടു. അടുത്ത സ്പൂൺ ഒരു 4 സ്പൂൺ എടുക്കുന്നുണ്ട് ടോട്ടൽ. പുട്ടിന് കുഴക്കും പോലെ കുഴക്കണം ഗൈസ്. അധികം ലൂസാവാനും പാടില്ല ഈ ഒരു പൊടിപ്പരുവ. ഫസ്റ്റ് നമ്മൾ ബേസായിട്ട് കോക്കനട്ട് ഇട്ട് കൊടുക്കണം ഗൈസ്. കുറച്ച് കോക്കനട്ട് ഇതേപോലെ. നെക്സ്റ്റ് നമ്മൾ നേരത്തെ കുഴച്ച പുട്ടുപൊടി ഇതുപോലെ ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ ലാസ്റ്റ് ലെയറായി പിന്നെയും കോക്കനട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഗൈസ്, ഇത് ഇത്രയും റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് 10 മിനിറ്റ് ആവി കയറ്റാൻ പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ കെറ്റിലോട്ട് ഇത് വയ്ക്കാൻ പോവാണ്. ഗൈസ്, സാധനം കുക്കാവുന്നതിൻ്റെ ഇടയിൽ കറണ്ട് പോയി. ഇനി നമുക്ക് ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. കറണ്ട് വരുമെന്നല്ല ശുഭപ്രതീക്ഷ. നമ്മളിങ്ങനെ ട്രോളാൻ ഒരുപാട് പേരുണ്ടാവും. നമ്മളതിൽ തളരരുത്. അപ്പൊ കറണ്ട് വന്ന് ഗൈസ്, നമുക്ക് സാധനം വെന്തോ ഇല്ല എന്നൊക്കെ നോക്കാം. ഓക്കെ ഗൈസ്, വെന്തിട്ടുണ്ട് സാധനം.